നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രധാനമായും UAE സംബന്ധിച്ച UAEയിലുള്ള നമ്മുടെ ബന്ധുക്കളായാലും നാട്ടുകാരായാലും നമ്മുടെ സുഹൃത്തുക്കളായാലും അവരെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. അവർക്ക് വരാൻ പോകുന്ന ഒരു ആപത്താണ്. കാരണം എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് സംഭവിച്ചതാണ്. എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്തിനാണ് സംഭവിച്ചത്. ആ സുഹൃത്ത് മുഖേനയാണ് ഞാൻ അറിഞ്ഞത് ഇത്. എന്തായാലും ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു വിവരം ആയതുകൊണ്ട് നിങ്ങളിലേക്കും ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഈ ഇൻഫർമേഷൻ ശരിയാണെങ്കിൽ ഇതിൽ പെടുന്നവർക്ക് ഒരു 10,000 പേർക്കെങ്കിലും ഇതിനോടകം ഇത് ജയിലുകളിലായിട്ടുണ്ട്. അബുദാബി UAE എമിറേറ്റുകളിലുള്ള ജയിലുകൾ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ, അല്ലെങ്കിൽ അവരെ ഈ വിവരം അറിയിക്കൂ. അവർ ഈ ഇതുപോലുള്ള ആപത്തുകളിൽ പോയി ചാടാതിരിക്കട്ടെ. ഒരു ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷനാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് മുഖേന ഞാൻ UAEയിൽ നിന്ന് അറിഞ്ഞ ഒരു കാര്യമാണ്. ഞാനത് അന്വേഷിച്ച് നോക്കിയപ്പോൾ തീർച്ചയായും 100% ശരിയും തന്നെയാണ്. അതുപോലുള്ള കാര്യങ്ങളിൽ പോയി പെടാതിരിക്കാൻ വേണ്ടി ഒരു അറിവ് നിങ്ങൾക്ക് കൃത്യമായും ഉണ്ടായിരിക്കണം. ഇനി UAEയിലേക്ക് പോകാനിരിക്കുന്നവരായാലും, UAEയിൽ മാത്രമല്ല വിദേശ നാടുകളിലേക്ക് പോകുന്നവരാണല്ലോ ഇപ്പോൾ നമ്മുടെ നാടുകളിൽ കൂടുതലും ഉള്ളത്. അപ്പോൾ അവരെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി പറയാൻ പോകുന്നത്. എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്ത് കുറേ നാളായി UAEയിൽ കാണാനില്ല. അദ്ദേഹത്തെ ഫോൺ നമ്പറിൽ വിളിച്ചു നോക്കിയിട്ടും ഒരു റെസ്പോൺസുമില്ല, ഒന്നും അറിയാനില്ല. നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒന്നും അറിയാൻ വയ്യ. വീടിലോട്ട് ഫോൺ ചെയ്ത് നോക്കിയിട്ടും അവിടെ നിന്നും ഒരു റെസ്പോൺസും ഇല്ല, അവർക്കും അറിയാൻ വയ്യ എന്നാണ് പറയുന്നത്. അപ്പോൾ UAEയിൽ ഒരാൾ നഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമുക്ക് അറിയാൻ കഴിയുന്നത് തന്നെയാണ്. അപ്പോൾ ആ രീതിക്ക് അദ്ദേഹം ഒരു അന്വേഷണം നടത്തിയപ്പോൾ അയാൾ ഇപ്പോൾ ഉള്ളത് UAEയിലെ ജയിലിലാണ്. മാത്രമല്ല അയാൾക്കെതിരെ നിരവധി കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. കോർഫഖാൻ മുതൽ അബുദാബി വരെയുള്ള എമിറേറ്റുകളിൽ നിന്നുള്ള ആളുകളുടെ കേസുകൾ അയാൾക്കെതിരെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഒരിക്കലും അയാൾക്കിനി പുറത്തേക്ക് വരാനും കഴിയില്ല. എന്ന് വെച്ചാൽ ഒരാളുടെയും രണ്ടുപേരുടെയും കേസുകളല്ല വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, നിസ്സാരം ആണ് കാര്യം എന്താണെന്ന് ഞാൻ പറയാം. ഇപ്പം ഈ കഥയിലെ നായകൻ, നമുക്കിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. കഥയിലെ നായകൻ്റെ പേര് നമുക്കൊരു വിളിപ്പേരിട്ട് നമുക്ക് വിളിക്കാം. തൽക്കാലം നായകനെ നമുക്ക് സുഗു എന്ന് പേരിട്ട് വിളിക്കാം. ഇപ്പോൾ ഈ സുഗു ഉള്ളത് ഇപ്പം അബുദാബി ജയിലിലാണ്. അപ്പോ കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഈ കഥാനായകനായ സുഗു ചെറിയ ജോലിയൊന്നുമില്ല, UAEയിൽ എഞ്ചിനീയർ തന്നെയാണ്. അദ്ദേഹം റീൽസുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു റീൽ കണ്ടപ്പോൾ അതിൽ അയാൾ അതിൻ്റെ ഉള്ളടക്കങ്ങൾ എന്താണെന്ന് തിരക്കി. അപ്പോൾ അതിലൊരു പരസ്യമാണ് വന്നത്. നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പാർട്ട് ടൈമായി ജോലി ചെയ്ത് ദിവസം ഒരു 850 രൂപ വരെ, 850 ദിറംസ് വരെ സമ്പാദിക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾക്കിതിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ദിവസം 850 രൂപ വീതം നിങ്ങൾക്ക് ഏൺ ചെയ്യാം എന്നുള്ളതായിരുന്നു പരസ്യം. അദ്ദേഹം അതിൽ ആ പരസ്യം മുഴുവൻ കണ്ടതിന് ശേഷം, വീഡിയോ കണ്ടതിന് ശേഷം അദ്ദേഹം ഒന്നും നോക്കിയില്ല. പിന്നെ ആ ലിങ്കിലേക്കാണ് അദ്ദേഹം ക്ലിക്ക് ചെയ്തത്. എന്തായാലും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് പാർട്ട് ടൈമായി പണം സമ്പാദിക്കാമല്ലോ. ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്തതും ആ ലിങ്ക് കൊണ്ടെത്തിച്ചത് ഒരു ടെലിഗ്രാം ലിങ്കിലേക്കാണ് കൊണ്ടെത്തിച്ചത്. അവിടെ പറഞ്ഞത്, അങ്ങനെ ആ ടെലിഗ്രാമിലുള്ള ആ ലിങ്ക് തുറന്നു നോക്കുമ്പോൾ അതിന്റെ അഡ്മിൻ ഇവരോട് പറഞ്ഞത്, ഇദ്ദേഹത്തോട്, നമ്മുടെ സുഗുവിനോട് പറഞ്ഞത്, നിങ്ങൾക്കിതിൽ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞു തരാം, നിങ്ങളതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി, വളരെ സിമ്പിളായ ജോലിയാണ്. ഇദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ അദ്ദേഹം ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുത്തു. ഞങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണ്, UAEയിൽ അങ്ങനെ ധാരാളം കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി എന്ന് പറയുന്നത് പല ആളുകളുടെയും പലരുടെയും ഇൻവെസ്റ്റ്മെന്റുകൾ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്, അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്കായിരിക്കും വരുന്നത്. ആ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് വരുന്ന പണം
അങ്ങനെ ഈ ഫണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്കായിരിക്കും വരുന്നത്. ആ ഫണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അത് ക്രിപ്റ്റോ കറൻസി ആക്കി മാറ്റിയിട്ട്, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ക്രിപ്റ്റോ കറൻസി ആക്കി മാറ്റിയിട്ട് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് കൈമാറുക. അത്രയേ ഉള്ളൂ. സിമ്പിൾ ക്ലിക്കുകളിലൂടെ ചെയ്യാവുന്നതാണ്. നമ്മുടെ അക്കൗണ്ടിലേക്കായിരിക്കും ആളുകളെല്ലാം പണം അയക്കുന്നത്, അതായത് അവരുടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അവർക്ക് ഇങ്ങനെ ധാരാളം പേരുടെ ഫണ്ട് സ്വീകരിക്കാൻ പറ്റാത്തതിനാൽ കുറച്ച് ഞങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഈ വരുന്ന ആളുകളുടെ ഫണ്ടുകളെല്ലാം നിങ്ങളത് ക്രിപ്റ്റോ കറൻസിയുടെ രൂപത്തിലേക്ക് മാറ്റിയിട്ട് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് കൈമാറുക. അത്രയേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഉദാഹരണത്തിന് ഒരു 10,000 രൂപ ഞങ്ങളുടെ ഒരു മെമ്പർ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരുന്നു. ഒരു ഡോക്യുമെന്റും നിങ്ങൾ തരണ്ട, നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമാണ്. അപ്പോൾ ഈ ഇട്ട് തരുന്നത് 10,000 ദിറംസ് ക്രിപ്റ്റോ കറൻസി ആക്കി മാറ്റി ഞങ്ങൾ പറയുന്ന വാലറ്റിലേക്ക് ചേഞ്ച് ചെയ്ത് തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 10,000 ദിറംസിന് ഞങ്ങൾ തരുന്ന കൂലി എന്ന് പറയുന്നത് 100 ദിറംസാണ്. സിമ്പിളായിട്ട് 2 ക്ലിക്ക് ചെയ്താൽ മതി. സംഭവം ഓക്കെ, നമുക്ക് 100 ദിറംസ് കിട്ടുകയും ചെയ്യും. ഇതിൽ മറ്റ് കള്ളക്കളികളോ ചീറ്റിങ്ങോ ഒന്നുമില്ല. അപ്പോൾ ഇദ്ദേഹം ഈ 10,000 ദിറംസ് ഞാൻ ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. അതിൽ കൂടുതൽ വരാം, ചിലപ്പോൾ കുറവും വരും. അപ്പോൾ പല ആളുകളുടെയും അക്കൗണ്ടിൽ നിന്നുള്ള പണമാണ് ഇതിലേക്ക് ചേഞ്ച് ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ കഥാനായകൻ സുഗു അത് ഡീൽ ഓക്കെ പറഞ്ഞു. അതേ തുടർന്ന് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് UAE പല ഭാഗങ്ങളിൽ നിന്നും പണം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ പണമെല്ലാം ഇദ്ദേഹം 1-2 ക്ലിക്കിലൂടെ ക്രിപ്റ്റോ കറൻസി ആയിട്ട് ചേഞ്ച് ചെയ്തിട്ട് അവർ പറയുന്ന ക്രിപ്റ്റോ വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹത്തിന് ധാരാളം വരുമാനവും സമ്പാദിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു മാസം കൊണ്ട് ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് UAE പല ഭാഗങ്ങളിൽ നിന്നായി എത്തിയത് 80,000 ദിറംസ് ആണ് എത്തിയത്. പുള്ളി ഈ ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഈ 80,000 ദിറംസും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെ ഇത് 1-2 ക്ലിക്കിലൂടെ ക്രിപ്റ്റോ കറൻസി ആക്കി മാറ്റി അവർ കൊടുത്ത ക്രിപ്റ്റോ വാലറ്റിലേക്ക് കൈമാറി. സംഭവം അതിന്റെ കൂലിയും ഇദ്ദേഹത്തിന് കിട്ടി. ആദ്യത്തെ 2 ദിവസം ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയത് 80,000 ദിറംസ് ആണെന്ന് പറഞ്ഞല്ലോ. ഈ 80,000 ദിറംസ് അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ഉപയോഗിച്ച് ക്രിപ്റ്റോ കറൻസി ആക്കി ചേഞ്ച് ചെയ്ത് അവരുടെ വാലറ്റിലേക്ക് അയച്ചു കൊടുത്തതിന് ഇദ്ദേഹത്തിന് 800 ദിറംസ് ആണ് 2 ദിവസം കൊണ്ട് സമ്പാദിക്കാൻ കഴിഞ്ഞത്. 800 ദിറംസ് 2 ദിവസം കൊണ്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ UAE വലിയ കാര്യം തന്നെയാണ്, അല്ലേ? പലരും നമ്മളെ ലേബേഴ്സ് ഒക്കെ ഇവിടുന്ന് പോകുന്നത് അവിടെ 600 ദിറംസിനും 700 ദിറംസിനും ഒക്കെയാണ്. ഒരു മാസം വെയിലിൽ കഷ്ടപ്പെട്ടാൽ കിട്ടുന്നത് 600, 700 അല്ലെങ്കിൽ 1000-ൽ താഴെ ദിറംസ് ഒക്കെയാണ് കിട്ടുന്നത്. ഇത് ഇദ്ദേഹത്തിന് വെറും 1-2 ക്ലിക്കിലൂടെ 2 ദിവസം കൊണ്ട് സമ്പാദിക്കാൻ കഴിഞ്ഞത് 850 ദിറംസ് ആണ്. എന്താ പ്രശ്നമില്ല, 1-2 ക്ലിക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ ജോലിയും കഴിഞ്ഞ് വന്നിരുന്നിട്ട് നമ്മൾ ഒന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒന്ന് കയറി നോക്കുന്നു, അത്രയേ ഉള്ളൂ. മറ്റൊന്നുമില്ല ഇതിൽ ചെയ്യാൻ. 1-2 ക്ലിക്കുകളിലൂടെ നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. അദ്ദേഹം ഇത് തുടർന്നു, നമ്മുടെ സുഗു. അങ്ങനെ ഈ സുഗുവിന്റെ കയ്യിൽ ഇത്രയും പണമൊക്കെ വരുന്നത് കൂടെ താമസിക്കുന്ന 5 പേരാണ് കേട്ടോ. അവരും അറിഞ്ഞു. നമ്മുടെ മലയാളികൾക്ക് ഒരു സ്വഭാവമുണ്ടല്ലോ, വേറെ ഒരുത്തം സമ്പാദിക്കുന്ന കണ്ടാൽ അതുപോലെ ആവണം നമുക്കും എന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ ഈ കൂടെ താമസിക്കുന്ന 5 പേരും ഇത് നോക്കിയപ്പോൾ കൊള്ളാൻ നല്ല പരിപാടിയാണല്ലോ, എല്ലാവരും എഞ്ചിനീയേഴ്സ് ആണ് കേട്ടോ. അവരും അതുപോലെ തന്നെ ആ ലിങ്കിൽ കയറി ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തു. നേരെ ചെന്നത് ടെലിഗ്രാം അക്കൗണ്ടിലേക്കാണ്. അവിടെ നിന്ന് ഇദ്ദേഹം ചെയ്തതുപോലെ തന്നെ ഒക്കെ കൊടുത്തു. അവർക്കും ഇതുപോലെ പല അക്കൗണ്ടുകളിൽ നിന്നും പണം വരാൻ തുടങ്ങി. അവരും ഇതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി ആക്കി മാറ്റി അവർ പറയുന്ന ക്രിപ്റ്റോ വാലറ്റിലേക്ക് അയക്കാൻ തുടങ്ങി. അവർക്കും 2 ദിവസം കൊണ്ടും 3 ദിവസം കൊണ്ടും ഒക്കെ 850, 1000 ദിറംസ് ഒക്കെ സമ്പാദിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും തന്നെ വളരെ തുച്ഛമായ ദിവസങ്ങൾ കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ദിറംസാണ് അവരുടെ അക്കൗണ്ടിലേക്ക് UAE പല ഭാഗങ്ങളിൽ നിന്നും വന്നതും അവരത് ക്രിപ്റ്റോ കറൻസി ആക്കി മാറ്റി അവർ പറഞ്ഞ വാലറ്റിലേക്ക് അയച്ചു കൊടുത്തതും ഇവർക്ക് പ്രതിഫലമായി 2000, 3000 ദിറംസ് ഒക്കെ തുച്ഛമായ ദിവസങ്ങൾ കൊണ്ട്
സമ്പാദിക്കുവാൻ കഴിഞ്ഞതും. അപ്പോൾ ഇനിയാണ് ഇതിന്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നമില്ലാതെ, ആരെയും ചതിക്കുന്നില്ല, ആരെയും ഒന്നും നമ്മൾ അറിയുന്നില്ല എങ്ങനെയാണ് എന്ന്. ഇനി ആ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ, അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവരുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസായി. UAE-യിലെ പല പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും, പലയിടങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ഇവർക്ക് തുടർച്ചയായി ഫോൺ കോളുകൾ വരാൻ തുടങ്ങി. അതായത് ഇവർ ചെന്നപ്പെട്ട കേസ് എന്ന് പറയുമ്പോൾ UAE-യിലെ പല ഭാഗങ്ങളിൽ നിന്നും പല ആളുകളുടെ അക്കൗണ്ടുകളിൽ നിന്നും ലക്ഷക്കണക്കിന് ദിർഹംസ് തട്ടിയെടുത്ത്, എന്താണ്, UAE-യിലെ പല ഭാഗങ്ങളിൽ നിന്നും പല ആളുകളിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്ത ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റിലെ മെമ്പറാണ് ഇവർ എന്നാണ് ഇപ്പോൾ ഈ സുഗുവിനെയും സുഹൃത്തുക്കളെയും UAE-യിലുള്ള പോലീസ് വിശ്വസിക്കുന്നത്. അങ്ങനെയാണ്. മനസ്സിലായില്ലേ? ഈ UAE-യിലുള്ള പല ആളുകളുടെ കയ്യിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്ത ഓർഗനൈസ്ഡ് ക്രൈം ചെയ്യുന്ന മെമ്പർമാരാണ് ഇവരെന്നാണ് UAE-യിലെ പോലീസിന്റെ വിശ്വാസം. ഇവർ എന്നാൽ അതൊന്നും ചെയ്തിട്ടുമില്ല. ഇനി ബാക്കി കേൾക്കാം. ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടു. ആ റീലിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. അത് നേരെ ടെലിഗ്രാമിൽ പോയി. ടെലിഗ്രാമിൽ ഒരു ഡീല് ഞങ്ങളോട് ഉറപ്പിക്കാൻ പറഞ്ഞു. ഞങ്ങളത് ഉറപ്പിച്ചു. അവരുടെ ബാങ്ക് അക്കൗണ്ടിന്റെ UAE-യിലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ഇൻവെസ്റ്റ്മെന്റ് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നു. ഞങ്ങളത് ക്രിപ്റ്റോ കറൻസി ആക്കി ചേഞ്ച് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കുന്നു. അത്രയേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. മറ്റൊന്നും ഞങ്ങൾക്കറിയില്ല എന്നല്ലേ അവർക്ക് പറയാൻ പറ്റും. അവർ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്, അവർ ചെയ്തതും അത് തന്നെയാണ്. അപ്പൊ ഇതിനായി ഓരോരുത്തരും തരുന്ന പണം ഞങ്ങൾ ചേഞ്ചായി കൊടുത്തതിന് ഞങ്ങൾക്കായി കിട്ടിയിട്ടുള്ളത് 800,000 ദിർഹംസ് ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത് എന്നും അവർ പറഞ്ഞു നോക്കി. ഒരു രക്ഷയുമില്ല. പക്ഷേ പോലീസിന്റെ വിശ്വാസമല്ലേ, അവർക്കത് തെളിവുകളല്ലേ വേണ്ടത്, അതല്ലേ അവരുടെ കയ്യിലുള്ളതും. പോലീസിന് അത് വിശ്വാസമാവാത്തത് കൊണ്ട് ഇവർക്ക് ട്രാവൽ ബാൻ ഏർപ്പെടുത്തുകയും ചെയ്തു. UAE-യിൽ നിന്ന് നാട്ടിലേക്ക് വരാനുള്ള സംവിധാനം ബ്ലോക്ക് ചെയ്തു. അതാണ് ട്രാവൽ ബാൻ എന്ന് പറയുന്നത്. UAE-യിൽ നിന്ന് നാട്ടിലേക്കല്ല, എങ്ങോട്ടും പോകാൻ പറ്റില്ല. അങ്ങനെ ഇതിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടി ഈ സുഗുവും സംഘവും തുനിഞ്ഞിറങ്ങി. അങ്ങനെ അവർ അറിഞ്ഞ കാര്യങ്ങളാണ് ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അത് കൃത്യമായി നിങ്ങൾ കേൾക്കും. നമ്മള് ദൃശ്യം സിനിമ ഉണ്ടല്ലോ, അതിൽ ജോർജ് കുട്ടി എങ്ങനെയാണ് കൃത്യമായി കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യുന്നത്, പോലീസിനെ കളിപ്പിച്ചുകൊണ്ട്. അതിനേക്കാൾ വലിയ തരത്തിലുള്ള ബുദ്ധിരാക്ഷസന്മാരാണ് ഈ ക്രൈമിന് പിന്നിൽ കളിച്ചിട്ടുള്ളതെന്ന് സുഗുവിനും കൂട്ടർക്കും പിന്നീടാണ് മനസ്സിലായത്. അങ്ങനെ മനസ്സിലായത് കൊണ്ട് ഇനി എന്ത് പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. അപ്പൊ സുഗു ഹെൽപ്ലെസ് ആണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. സുഗു മാത്രമല്ല, ഈ 5 പേരും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഹെൽപ്ലെസ് ആണ്. അതായത് ക്രൈം എന്ന് പറയുന്നത് ഒരേ സമയം ഇവർ പറ്റിച്ചിട്ടുള്ളത് എത്ര വരെയാണെന്നറിയാമോ? ഈ ഗ്യാങ്ങിലുള്ളവർ, ഇവരെ ഒരു ഗ്യാങ് ആയിട്ടാണ് ദുബായ് പോലീസ് കണക്ക് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്യാങ്ങിലുള്ളവർ ഒരേ സമയം പറ്റിച്ചിരിക്കുന്നത്, ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ സുഗുവിനെ പോലുള്ള ആളുകൾ. അവരുടെ സുഗുവിന്റെ അക്കൗണ്ടിലേക്ക് മറ്റുള്ളവരുടെ പണമെത്തി അവർ അത് ക്രിപ്റ്റോ കറൻസി ആക്കി മറ്റാർക്കോ അയച്ചു കൊടുത്തു. അതിന്റെ പേരിൽ സുഗുവിന് തുച്ഛമായ കമ്മീഷൻ കിട്ടി. പക്ഷേ ലക്ഷക്കണക്കിന് കേസുകളും വന്നു ചേർന്നു. കാരണം ഈ ലക്ഷക്കണക്കിന് ആൾക്കാരാണ്, UAE-യുടെ പല ഭാഗങ്ങളിലുമുള്ള ആൾക്കാരാണ് ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് പണം അയച്ചിരിക്കുന്നത്. അത് ഓർക്കണം. അപ്പോൾ ഇനി രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് സുനിലിന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടുകൊടുത്തിട്ടുള്ള ആളുകളുണ്ടല്ലോ.
അവരെ കുറിച്ചാണ് ഇനി ഞാൻ പറയുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പം വീട്ടിലിരിക്കുന്ന ആൾക്കാർ അവരെ യൂട്യൂബ് കാണുമ്പോൾ പരസ്യങ്ങൾ വരാറുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് പണമുണ്ടാക്കാം എന്നുള്ള പരസ്യങ്ങളൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലും ഒക്കെ കാണാറുണ്ട്. അവർ ആ കാണുന്ന ആൾക്കാരുടെ വിഭാഗത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെ യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി, ഷെയർ ചെയ്താൽ മതി, അടിയിൽ കമന്റ് ചെയ്താൽ മതി എന്നൊക്കെയായിരിക്കും അവർ പറയുന്നത്. അതിന് നിങ്ങൾക്ക് പണം കിട്ടും എന്നാണ് പറയുന്നത്. നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ, തെറ്റൊന്നും ചെയ്യുന്നില്ല. ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കാണുന്നു, നമ്മളത് കണ്ട് അത് ലൈക്ക് ചെയ്യുന്നു, അതിന് ഒരു കമന്റ് എഴുതുന്നു, അത്രയൊക്കെ അല്ലേ ചെയ്യുന്നുള്ളൂ, മറ്റൊന്നും ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് പണവും കിട്ടും. നമ്മൾ വെറുതെ വീഡിയോ കണ്ടാൽ മാത്രം മതിയല്ലോ, വേറെ മറ്റൊന്നും ചെയ്യണ്ട. അപ്പോൾ അത്തരത്തിൽ വീട്ടിലിരുന്നു കൊണ്ട് വീട്ടമ്മമാർക്കും പണമുണ്ടാക്കാം, വീഡിയോ കണ്ട് മാത്രം പണമുണ്ടാക്കാം എന്നും ഇൻസ്റ്റാഗ്രാമിൽ പല വീഡിയോകളും വന്നു, യൂട്യൂബിലും വന്നു. അതെല്ലാം വീട്ടമ്മമാർ കണ്ടു. അങ്ങനെ ആ യൂട്യൂബ് വീഡിയോയിൽ നമ്മുടെ വീട്ടമ്മമാരാണ് കാണുന്നത് കൂടുതലും. അപ്പൊ അതിൽ ഒരു വീട്ടമ്മ കണ്ടു. നമുക്ക് ഉദാഹരണത്തിന് ധന്യ എന്ന് വിളിക്കാം. ധന്യ എന്ന് പറയുന്ന വീട്ടമ്മ ആ യൂട്യൂബ് വീഡിയോ കൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്തു. ഉടനെ തന്നെ രമ്യയ്ക്ക് ഒരു മെസ്സേജ് വരുന്നു, നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടോ എങ്കിൽ നമുക്ക് ഡീൽ ഉറപ്പിക്കാം. 2-3 സാധാരണ വീഡിയോകൾ ഈ കള്ളന്മാർ ഈ ധന്യയ്ക്ക് അയച്ചു കൊടുക്കുന്നു. ധന്യ അത് കാണുന്നു, അതിൽ കമന്റ് ചെയ്യുന്നു, ലൈക്ക് ചെയ്യുന്നു, അവർ പറഞ്ഞതുപോലെ എല്ലാം ചെയ്യുന്നു. വെറുതെ ആ യൂട്യൂബ് വീഡിയോ കണ്ടതേ ഉള്ളൂ. ഉടനെ തന്നെ ഈ കള്ളന്മാരെന്ത് ചെയ്യുന്നു, ധന്യയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ കള്ളന്മാർ 5, 10 അല്ലെങ്കിൽ കൂടിപ്പോയാൽ 20 ദിർഹംസോ ഒക്കെ ഇട്ടു കൊടുക്കുന്നു. സന്തോഷമായില്ലേ? ആഹാ, 1-2 വീഡിയോ കണ്ടതേ ഉള്ളൂ, നമുക്ക് 5-10 ദിർഹംസ് ഒക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു തുടങ്ങി. വീണ്ടും അവർ ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. അവരുടെ അക്കൗണ്ടിലേക്ക് പണം ഇവർ ഇട്ടുകൊടുത്തുകൊണ്ടിരുന്നു, കുറേശ്ശെ തുച്ഛമായ പൈസ. അപ്പോൾ ഈ ധന്യ വളരെ ഹാപ്പിയാണ്. അപ്പം യൂട്യൂബിൽ 1-2 വീഡിയോ കണ്ട് ഞാൻ പണം സമ്പാദിച്ചില്ലേ എന്നുള്ള ഹാപ്പിയായി നിൽക്കുന്ന സമയത്താണ്, അങ്ങനെ നിൽക്കുമ്പോൾ ധന്യ പറയുന്നു, ഇനിയും വീഡിയോകൾ അയച്ചു തരൂ, ഞാൻ കാണാം, കുഴപ്പമില്ല എന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോഴാണ് അടുത്ത ടാസ്ക് വരുന്നത്. ഇതുവരെ നിങ്ങൾ കണ്ടത് ഫ്രീ ടാസ്ക്. ഇനി അടുത്ത ടാസ്ക് വരാൻ പോകുന്നത് മറ്റൊന്നുമില്ല, കൂടുതലൊന്നുമില്ല, ഒരു പ്രീപെയ്ഡ് ടാസ്കാണ്. അതെന്താണെന്നറിയാം. അതും ഈ നമ്മുടെ ധന്യ സമ്മതിക്കുന്നു. അവരതൊരു വിശദീകരിച്ചു കഴിയുമ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രീപെയ്ഡ് ടാസ്ക് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരു 50-100 ദിർഹംസ് ഞങ്ങൾ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, അതായത് നിക്ഷേപിക്കണം. അപ്പോൾ ഞങ്ങൾ അതിനനുസരിച്ചുള്ള വീഡിയോകൾ അങ്ങോട്ട് അയച്ചു തരും. അത് കണ്ട ശേഷം നിങ്ങൾക്ക് അതിൽ കൂടുതൽ പണം കിട്ടും. ധന്യ എന്ത് ചെയ്തു? ഒക്കെ പറഞ്ഞു. അവർ കൂടുതൽ വീഡിയോകൾ അയച്ചു കൊടുത്ത് ഇവർ 50 ദിർഹംസ് അല്ലെങ്കിൽ 100 ദിർഹംസ് ഇവർ കൊടുത്ത അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ ഈ അവസാനം 100 ദിർഹംസ് പ്രീപെയ്ഡ് ആയിട്ട് ഇവർ പറഞ്ഞ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു. അവർ ആ 100 ദിർഹംസിന് കണക്കിന് വാല്യൂ ഉള്ള ഒരു വീഡിയോകൾ അയച്ചു കൊടുക്കുന്നു. അതെന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഷോപ്പിംഗ് മാളുകളിൽ നിന്നോ ഒക്കെ ഷോപ്പിംഗ് ചെയ്യൂ. ആ ചെയ്യുന്നതിലുള്ള ഒരു 1000 ദിർഹംസിന് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു 1200 ദിർഹംസ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. വീണ്ടും ഒരു അക്കൗണ്ടിലേക്ക് അയച്ച ശേഷം ഞങ്ങൾക്ക് ആ സ്ക്രീൻഷോട്ട് അയക്കും. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ടാസ്ക് ഞങ്ങൾ തരും. വീണ്ടും ഇതുപോലെ ഷൂ വാങ്ങാനോ അല്ലെങ്കിൽ ചുരിദാറിന്റെ മെറ്റീരിയൽ വാങ്ങാനോ ഒക്കെയുള്ള ഷോപ്പിംഗ് വൗച്ചറുകളും മറ്റും നിങ്ങൾക്ക് തരും. ഒരു 500 ദിർഹംസിന് പർച്ചേസ് ചെയ്താലോ 1000 ദിർഹംസിന് പർച്ചേസ് ചെയ്താലോ ഒക്കെ അതിൽ കൂടുതൽ 1000 ദിർഹംസിന് പർച്ചേസ് ചെയ്താൽ 1200 ദിർഹംസ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. ആഹാ, എന്താ അല്ലേ, ഞങ്ങൾ പർച്ചേസും ചെയ്തു, 1000 ദിർഹംസിന് പർച്ചേസും ചെയ്തു, 1200 ദിർഹംസ് നമ്മുടെ അക്കൗണ്ടിൽ വരികയും ചെയ്തു. സന്തോഷമായില്ലേ? അത് തുടരും വീണ്ടും അവർ. അങ്ങനെ അവർ ഈ
1000 ദിർഹംസ് എന്നുള്ളത് 5000 ദിർഹംസ് വരെ ആക്കും. അപ്പോൾ ഈ പണി തുടരുന്ന വീട്ടമ്മമാർക്കും വളരെ ഹാപ്പിയാണ്. വീണ്ടും അവർ കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ആദ്യം രമ്യ ഇട്ടത് 50 ദിർഹംസ് ആണ്. 50 ദിർഹംസ് ഇട്ടപ്പോൾ അതിന്റെ ഒരു 10 ദിർഹംസ്, ഈ രമ്യ ഇട്ട 50 ദിർഹംസ് ഒരു 10 ദിർഹംസ് കിട്ടി. വീണ്ടും അടുത്ത ദിവസം രമ്യ 100 ദിർഹംസ് ഇടുന്നു. ആ 100 ദിർഹംസും ഒരു 20 ദിർഹംസ് കൂടെ രമ്യക്ക് കിട്ടുന്നു. അങ്ങനെ അതിൻ്റെ അടുത്ത ദിവസം ഒരു 500 ദിർഹംസ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഒരു 550 ദിർഹംസ് രമ്യക്ക് കിട്ടുന്നു. അങ്ങനെ മൂന്നാമത്തെ ദിവസം ഒരു 5000 ദിർഹംസ് ഇടുന്നു. 5000 ദിർഹംസ് ഇടുമ്പോൾ ഇട്ട 5000 ദിർഹംസും ഒരു 1000 ദിർഹംസും കൂടി രമ്യക്ക് കിട്ടുന്നു. രമ്യ ഹാപ്പിയായി. എന്താ അല്ലേ, നമ്മുടെ ധന്യ ഹാപ്പിയായി. വീണ്ടും 10000 ദിർഹംസ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നു. അവർ പലയിടങ്ങളിൽ നിന്നും കടം വാങ്ങി, അല്ലെങ്കിൽ പല വീട്ടുമാരിൽ നിന്നും കടം വാങ്ങി 10000 ദിർഹംസ് ഉണ്ടാക്കുന്നു. ഇവർ പറയുന്ന അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു. അതോടെ പിന്നെ ക്ലോസ്. 10000 ദിർഹംസ് അവർ അയച്ചു കൊടുക്കുന്നു. അതോടുകൂടി ഈ നമ്മുടെ ഈ കഥാനായകന്മാരെ അവിടെ കാണാനില്ല. അവരതോടുകൂടി വിളിയും പറച്ചിലും ഒക്കെ ക്ലോസ് ചെയ്തു. അവരെ പിന്നെ കാണാനില്ല. 10000 ദിർഹംസ് ഈ വീട്ടമ്മയുടെ പോയി. അങ്ങനെ കള്ളൻ മുങ്ങി. നമ്മുടെ ധന്യ നിസ്സഹായയായി. 10000 ദിർഹംസ് പോയി കിട്ടി. ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നുമല്ല ടാസ്കുകൾ അവർ കൊടുക്കുന്നത് കേട്ടോ. പല പല തരത്തിലുള്ള ആളെ തീർച്ചയായും വിശ്വസിപ്പിച്ച് ഇത് സത്യമാണെന്നുള്ള രീതിയിലായിരിക്കും അവർ ടാസ്കുകൾ കൊടുക്കുന്നത്. അത് ഓർത്തോളണം. ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സംഭവം ഇതിങ്ങനെയാണ്. അങ്ങനെ ഈ ധന്യ വീട്ടമ്മ 10000 ദിർഹംസ് പോയി. പലരുടെ ഇന്ന് കടം വാങ്ങിയതാണ്. സാധാരണയായി നമ്മൾ എന്താ ചെയ്യുക, പെട്ടെന്ന് പോയി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കും. ഇതുപോലെ ഒരു കമ്പനി, ഓൺലൈൻ കമ്പനി ഇതുപോലെ ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ തന്നു, ഞാനത് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ 10000 ദിർഹംസ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. 10000 ദിർഹംസ് ഇൻവെസ്റ്റ് ചെയ്തതോടുകൂടി അവർ മുങ്ങി. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുന്നു. പോലീസുകാരൻ ചെയ്യുന്നു, ഇവർ ഏത് അക്കൗണ്ടിലേക്കാണ് പണം അയച്ചു കൊടുത്തത് എന്നുള്ളത് അന്വേഷിക്കുന്നു. ആ അക്കൗണ്ട് നമ്പർ പോലീസ് എടുക്കുന്നു. എടുത്തതിന് ശേഷം ആ അക്കൗണ്ട് ആരുടേതാണെന്ന് പോലീസുകാർ അന്വേഷിക്കുന്നു. പോലീസുകാർ അന്വേഷിക്കുന്ന സമയത്ത് ആരാണ്? നമ്മുടെ പാവം സുഗുവാണ് അവിടെ നിൽക്കുന്നത്. സുഗുവിന്റെ അക്കൗണ്ടിലേക്കാണ് ഇവർ പണം കൈമാറിയിരിക്കുന്നത് അല്ലേ? അതിനാണ് ഇവർ അക്കൗണ്ട് വാങ്ങി ഇൻവെസ്റ്റ് എന്ന് പറയുന്ന രീതിക്ക് മറ്റു പലർക്കും കൊടുക്കുന്നത്. അങ്ങനെ ഈ പല സ്ഥലങ്ങളിലുള്ള വീട്ടമ്മമാർ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ട് ഇതിൽ പെട്ടവർ എല്ലാവരും പണം അയച്ചു കൊടുത്തിരിക്കുന്നത് നമ്മുടെ സുഗുവിന്റെ അക്കൗണ്ടിലേക്കാണ്. സുഗുവിന്റെയും സുഹൃത്തുക്കളുടെയും അക്കൗണ്ടിലേക്കാണ് പണം അയച്ചു കൊടുത്തിരിക്കുന്നത്. UAE പല ഭാഗങ്ങളിൽ നിന്നാണ് ഈ സുഗുവിന്റെ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയിരിക്കുന്നത്. നമ്മുടെ സുഗു പറയുന്നു, എനിക്കൊന്നും അറിയില്ല, ആരൊക്കെയോ എൻ്റെ അക്കൗണ്ടിലേക്ക് പണം അയച്ചു, ഞാനത് ക്രിപ്റ്റോ ആയിട്ട് ചേഞ്ച് ചെയ്തു. എനിക്ക് ഇത് ടാസ്ക് തന്ന ആളിന് ഞാൻ അയച്ചു കൊടുത്തു. എനിക്ക് അത്രേ അറിയുള്ളൂ. ഞാൻ ആരുടെയും പൈസയും ആവശ്യപ്പെട്ടിട്ടില്ല, ഞാൻ ആരെയും പറ്റിച്ചിട്ടുമില്ല. സത്യമല്ലേ? സത്യമാണ്. പക്ഷേ ധന്യ അവിടെ പറയുന്നത് ഞാൻ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്കാണ് പണം ഇട്ടുകൊടുത്തത് എന്ന് ധന്യ അവിടെ ഉറപ്പിച്ച് പറയുന്നു. സംഭവം ശരിയുമാണ്. പോലീസിന്റെ അന്വേഷണം അവിടെ ശരിയുമായി വരുന്നുണ്ട്. ധന്യ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സുഗുവിന്റെ അക്കൗണ്ടിലേക്കാണ്. അങ്ങനെ ഇതുപോലെ ആയിരക്കണക്കിന് UAE ആയിരക്കണക്കിന് വീട്ടമ്മമാരുടെ പണം നഷ്ടമായി. അവരെല്ലാവരും ഈ നമ്മുടെ സുഗുവിന്റെ അക്കൗണ്ടിലേക്കാണ് പണം അയച്ചു കൊടുത്തിരിക്കുന്നത്. അവരെല്ലാവരും തന്നെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തപ്പോൾ ഈ 10000കണക്കിനുള്ള കേസുകളിൽ ചെന്ന് പെട്ടിരിക്കുന്നത് നമ്മുടെ സുഗുവാണ്. സുഗുവിന്റെ അക്കൗണ്ടും സുഗുവിന്റെ പ്രവർത്തികളും അദ്ദേഹം ചെയ്തിരിക്കുന്ന ചേർത്ത മറ്റ് 5 പേര് കൂടിയുണ്ട്. അവരും ഇതിൽ പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ സംഭവം ഇറുകി കഴുത്ത് സ്വയം വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുകയാണ്. ഒന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ പാവം, ആർക്കും പെട്ടെന്ന് ഇത് മനസ്സിലാവിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് അറിയാം. ചിലർക്ക് പെട്ടെന്ന് കത്തിയിട്ടുണ്ടാവും, ചിലർക്കെങ്കിലും ഇങ്ങനെയുള്ള മെസ്സേജുകൾ വന്നിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ ഇത്
ഇത് കണ്ടിട്ട് ഇത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി തീർച്ചയായിട്ടും കാണുക, കണ്ട് ഇതിലുള്ള കുഴി മനസ്സിലാക്കുക. ഇതിനോടകം 10,000 കണക്കിന് UAE-യിലുള്ള വീട്ടമ്മമാരാണ് ഈ ട്രാപ്പിൽ പെട്ടിരിക്കുന്നത്. ഇതൊരു ട്രാപ്പാണ്. അപ്പോൾ അങ്ങനെ 10,000 കണക്കിനുള്ള വീട്ടമ്മമാർ കൊടുത്ത കേസിലാണ് നമ്മുടെ സുഗു പെട്ടിരിക്കുന്നത്. ഞാൻ ഉദാഹരണത്തിന് സുഗു എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, നമ്മുടെ കഥാനായകൻ വേറെയാണ്. അങ്ങനെ ധാരാളം പേരാണ് ഇത്തരത്തിൽ ട്രാപ്പിൽ പെട്ടിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഇത് മനസ്സിലാക്കിയ ശേഷം നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ ആരാണ് നിങ്ങളുടെ UAE-യിൽ താമസിക്കുന്നത് അവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. അല്ലെങ്കിൽ ഇനി UAE-യിലേക്ക് പോകാനിരിക്കുന്നവരായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു മനസ്സിലാക്കൂ. അവർ പോകാനിരിക്കുന്നവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കണം. തീർച്ചയായും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ, പ്രവാസ ജീവിതത്തിൽ ഉപകാരപ്പെടും എന്നുള്ള വിശ്വാസത്തോടു കൂടി, വീഡിയോ കുറെ ലെങ്തി ആയതുകൊണ്ട് അധികമായിട്ട് വിശദീകരിച്ച് പറയാൻ സാധിച്ചിട്ടില്ല. എന്നാലും ഇതിലൂടെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി കാണും എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ബൈ ബൈ, നമസ്കാരം.